ഹലോ സ്റ്റുഡൻസ് ആൻഡ് ദെയർ പാരൻസ്. ഇന്നത്തെ ഡിസ്കഷന് ഞങ്ങളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് വളരെ വിജയകരമായിട്ട് ഇറങ്ങിയ ഒരു സ്റ്റുഡൻ്റാണ് ദേവിക. അതായത് ഇപ്പോൾ പല കുട്ടികൾക്കും നീറ്റ്, JEE അതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനോട് താല്പര്യക്കുറവോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ റിസർച്ച് മേഖലയിലേക്ക് പോകണം, അല്ലെങ്കിൽ കോളേജ് പ്രൊഫസർ ആവണം, ലെക്ചറർ ആവണം, അങ്ങനെയൊക്കെ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് CUET. അപ്പോൾ ആ എക്സാമിനേഷനെ പറ്റിയും അതുവഴി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഉള്ള പ്രവേശന മാർഗവും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്നാൽ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസും എല്ലാം നിങ്ങളോടും ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ദേവികയെ ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദേവിക, ശരിക്കും എന്താണ് ഈ CUET എക്സാമിനേഷൻ? ദേവിക ഈ ഒരു എക്സാമിനേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരുന്നത്? അങ്ങനെയുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഹലോ എവ്രി വൺ. മിസ്സേ, ആക്ച്വലി ഞാൻ CUET എക്സാമിനേഷൻ അല്ല എഴുതിയത്. ഞാൻ എഴുതുന്ന സമയത്ത്, അതായത് 2020 CET എക്സാമിനേഷൻ ആയിരുന്നു. അത് 2010 സ്റ്റാർട്ട് ചെയ്ത ഒരു എക്സാമിനേഷൻ ആയിരുന്നു. എന്നിട്ട് അത് 2022 ആയപ്പോൾ അത് മാറി, അത് റീപ്ലേസ് ചെയ്താണ് CUET എന്ന് പറഞ്ഞ എക്സാമിനേഷൻ NTA നടത്തി തുടങ്ങിയത്. അപ്പോൾ CUET എക്സാമിനേഷൻ NTA ആയിരുന്നില്ലേ നടത്തിയിരുന്നത്? അത് ആക്ച്വലി നടത്തിയിരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ ആയിരുന്നു. അതുമല്ല, CUET എക്സാമിനേഷൻ ഒരു 5-6 യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ടിയൊക്കെ വന്നു. അതായത് ഈ BHU അങ്ങനെയൊക്കെ അതിനൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ വേറെ അവരുടേതായ ടെസ്റ്റുകൾ അല്ലെങ്കിൽ അവർ വഴി അപ്ലൈ ചെയ്യേണ്ടി വന്നിരുന്നു നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുമുള്ള അഡ്മിഷന് ഈ ഒരു കോമൺ ടെസ്റ്റ്, ഈ ഒരു പരീക്ഷ എഴുതിയാൽ മതി അല്ലേ, CUET എന്ന് പറയുന്നത്? ഇന്ത്യയിലുള്ള 56 സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കും നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതിയാണ്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായില്ല മിസ്സേ നമുക്ക്? അതായത് ഒരേ എക്സാം എഴുതിയാൽ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാം ഒരു എക്സാം എഴുതി. അതാണ് ഈ എക്സാമിൻ്റെ മെയിൻ മെറിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന കോഴ്സസ് എന്ന് പറയുമ്പോൾ സയൻസ് സ്ട്രീമുകളിലേക്ക് മാത്രമേ പറ്റുള്ളൂ, അതോ എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണോ? ഒരിക്കലും അല്ല, സയൻസ് മാത്രമല്ല. നമ്മളിപ്പോൾ +2 പഠിച്ചിറങ്ങുമ്പോൾ എല്ലാവരും സയൻസ് അല്ല, വേറെ പല ഫീൽഡുകളിലുള്ള സൈക്കോളജി പഠിക്കുന്നവരുണ്ട്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പല കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പോൾ ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, അങ്ങനെ പല ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ ലാംഗ്വേജ് കോഴ്സുകൾ, അങ്ങനെ പല കോഴ്സുകൾ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഈ എക്സാമിലെ സബ്ജക്ട്സ് അല്ലെങ്കിൽ പേപ്പേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, കാര്യം +2ൻ്റെ മാർക്ക് വെച്ചാണല്ലോ നമ്മൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഈ CUET എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താലേ നമുക്ക് കയറാൻ പറ്റൂ അല്ലേ? അല്ലാതെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പോലെ നമുക്ക് +2ൻ്റെ മാർക്ക് ബേസിസിൽ കയറാൻ സാധിക്കില്ല. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവരാകെ ചോദിക്കുന്ന ഒരു മിനിമം എലിജിബിലിറ്റി, അത് 50% ജനറൽ കാറ്റഗറിക്ക് നിങ്ങൾ 50% മാർക്ക് ഉണ്ടായിരിക്കണം +2. അതൊരു കാര്യം മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ നമ്മുടെ CUET എക്സാം. അതായത് ഇവർ +2 എന്ത് കോമ്പിനേഷൻ സബ്ജക്ട്സ് ആണോ എടുത്തത് അതിൻ്റെ എല്ലാം കൂടുള്ള ടോട്ടൽ പെർസെൻറ്റേജ് ആണ് ഈ 50% എന്ന് പറയുന്നത്. അവസാനം സ്കോർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെർസെൻറ്റേജ് വരുമല്ലോ, ബോർഡ് തരുന്ന ഒരു പെർസെൻറ്റേജ്, അത് മാത്രം നോക്കുന്നതാണ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഈ CUETയുടെ എലിജിബിലിറ്റി നിങ്ങൾ ആകെ 50%, റിസർവേഷൻ ഉള്ളവർക്ക് 45% ആണ് പറഞ്ഞിരിക്കുന്നത് ഈ +2ൻ്റെ പെർസെൻറ്റേജ്. ഓക്കെ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ CUET എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്നത് വഴി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കും അഡ്മിഷൻ കിട്ടും എന്നുള്ളത്. പക്ഷെ അതിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടോ? സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ കയറാൻ നമുക്ക് ഈ +2ൻ്റെ മാർക്ക്, ക്വാളിഫയിങ് മാർക്ക് തന്നെ പോരെ? അതിനെന്തിനാണ് ഈ CUET, അതിൻ്റെ ആവശ്യകത എപ്പോഴാണ് വരുന്നത്? ഞാൻ പറഞ്ഞ പോലെ മെജോറിറ്റി അല്ല എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ എടുക്കുന്നത് CUET എക്സാമിനേഷൻ വേണം. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. പക്ഷേ മെജോറിറ്റി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും +2 മാർക്ക് വെച്ചാണ്. പക്ഷെ നമുക്ക് ഇൻ കേസ് +2 നമുക്ക് മാർക്ക് ഇച്ചിരി ഒന്ന് കുറഞ്ഞു പോയി, മാർക്ക് കുറവാണ്, ഇപ്പം എല്ലാവരും +2 മാർക്ക് വെച്ച് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ നിന്നാൽ
ചിലപ്പോൾ അവർ 90% അല്ലെങ്കിൽ 97% ഒക്കെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. നമുക്ക് മാർക്ക് ഇച്ചിരി കുറവാണ് എങ്കിൽ ഈ എക്സാമിനേഷൻ വെച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾക്കായിരിക്കും പ്രയോറിറ്റി. അവർ പറയുന്ന കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്കായിരിക്കും പ്രയോറിറ്റി ആ യൂണിവേഴ്സിറ്റി. അതായത് നമ്മളിപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ടുവിന് വളരെ നല്ല മാർക്ക് ഉള്ള കുട്ടികളായിരിക്കും കൂടുതലും അവിടെ അപ്ലൈ ചെയ്യുന്നതും അഡ്മിഷൻ കിട്ടുന്നതും. അപ്പോൾ സീറ്റിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിലും ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാതെ പോവാം. ഒരുപാട് പേർക്ക് 100% മാർക്ക്, ഇപ്പം 10% മാർക്ക് ഇപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ CUET നല്ല മാർക്ക് സ്കോർ ചെയ്താൽ ആ മാർക്ക് വെച്ച് നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ മോള് പറഞ്ഞല്ലോ നമുക്ക് CUET ഏത് സബ്ജക്റ്റിന് വേണ്ടിയിട്ടും CUET എക്സാമിനേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര സബ്ജക്ട്സ് ആണ് ശരിക്കും CUET വഴി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എത്ര സബ്ജക്റ്റ് ഉണ്ട്? അപ്പം CUET എക്സാമിനേഷൻ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ 12th കഴിഞ്ഞിട്ട് എഴുതുന്ന ഒരു എക്സാമിനേഷനാണ്. 12th എല്ലാവരും പല ഫീൽഡുകളായിരിക്കും പഠിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടലി 37 സബ്ജക്ട്സിനെക്കാട്ടും എളുപ്പം നമുക്ക് പറയാം പേപ്പേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാം. 37 പേപ്പറുകളാണ് ടോട്ടലി ഉള്ളത്. ഇതിൽ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മുടെ ലാംഗ്വേജ് സെക്ഷൻ. അപ്പം അവരൊരു ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഏത് ലാംഗ്വേജിലാണോ നിങ്ങളുടെ കോഴ്സ് പഠിച്ചത് ആ ഒരു ലാംഗ്വേജ് ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓ, അതേ പറ്റുള്ളൂ അല്ലേ? അതായത് പ്ലസ് ടുവിന് ഇപ്പം നമ്മൾ ഇംഗ്ലീഷാണ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്നതെങ്കിൽ CUET എക്സാമിനേഷനുള്ള ലാംഗ്വേജ് പേപ്പറിൽ നമുക്ക് ഇംഗ്ലീഷേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഗ്രാമർ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിന് മാർക്ക് കിട്ടാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുന്നത്. ഗ്രാമർ, റീഡിങ്, അതായത് പ്ലസ് 2 ലെവലിൽ തന്നെ ഓക്കെ. നമ്മൾ പേപ്പർ 1 ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത പേപ്പർ 2ലേക്ക് വരുമ്പോൾ നമുക്ക് 2 സെക്ഷൻസ് ഉണ്ട്. കോർ സെക്ഷനും ഉണ്ട്, കോർ സബ്ജക്റ്റുകളിലുള്ള നമ്മുടെ സെക്ഷനും, അഡീഷണൽ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു സെക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോർ സെക്ഷനിൽ നിന്ന് നമുക്കൊരു 1 to 3 പേപ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. മാക്സിമം 3 പറ്റുള്ളൂ നമുക്ക്. പിന്നെ അഡീഷണലിൽ നിന്ന് നമുക്കൊരു 1 to 2 പേപ്പേഴ്സും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കോർ ഏരിയ അല്ലെങ്കിൽ അഡീഷണലും കൂടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ എക്സാം എഴുതുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടാവും. ആ യൂണിവേഴ്സിറ്റിയുടെ പ്രോസ്പെക്ടസ് പോയി നോക്കുക, അവരെന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് റിക്വയർമെൻറ്റ്. ചില യൂണിവേഴ്സിറ്റികൾ പറയും ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം, ബയോളജി വേണം, ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അപ്പം നിങ്ങൾ ഈ കോർ പേപ്പറിൽ നിന്ന് ഈ 3 സബ്ജക്റ്റും ചൂസ് ചെയ്തിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് അവർ അഡ്മിഷൻ തരുള്ളൂ. അപ്പം നിങ്ങൾ അഡീഷണൽ ചൂസ് ചെയ്യണമെന്നില്ല. ബട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ ഈ അഡീഷണൽ സബ്ജക്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം റിക്വയർമെൻറ്റ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരെണ്ണം ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സബ്ജക്ട്സ് ചൂസ് ചെയ്യുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയാണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും മനസ്സിൽ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ വായിച്ച് അവർ ഒരു പെർട്ടിക്കുലർ കോഴ്സിന് എന്താണ് അവർ റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത് ആ സബ്ജക്റ്റുകൾ വേണം നമ്മൾ ഇതിൽ നിന്ന് നോക്കിയെടുക്കാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയാൽ നമുക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പോകുന്നത്. പല യൂണിവേഴ്സിറ്റികളിലേക്ക് ഉള്ള ഒരു ഓപ്ഷനാണ് പോകുന്നത്. ശരി. അപ്പോൾ ഇത് പേപ്പർ 2ൻ്റെ കാര്യം. പേപ്പർ 2 പേപ്പർ 3 3 പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്ന പോലെ ലോജിക്കൽ റീസണിങ്, അങ്ങനെ പിന്നെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഈ പേപ്പർ നിർബന്ധമല്ല എഴുതണമെന്ന്. മൂന്നാമത്തെ പേപ്പർ നിർബന്ധമല്ല നമുക്ക് എഴുതണമെന്ന്. ബട്ട് ഒരു 95% നമ്മൾ യൂണിവേഴ്സിറ്റികളുടെ നോട്ടിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്നുണ്ട് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം, അവർ റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി മതി, നിങ്ങൾക്ക് അതിൽ കിട്ടുമെന്ന് 100% ഷുവറും ആണ്, ആ യൂണിവേഴ്സിറ്റിക്ക് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പറയുന്നില്ല എങ്കിൽ നിങ്ങളത് എഴുതണ്ട. ഓക്കെ, ഫൈൻ. പക്ഷെ ചില യൂണിവേഴ്സിറ്റികളിൽ ഈ ഒരു പേപ്പർ 3 മോസ്റ്റ് യൂണിവേഴ്സിറ്റികളിലും അത് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് എഴുതുന്നതായിരിക്കും എന്തായാലും നല്ലത്. ഓക്കെ. ഇൻ കേസ് നമ്മളത് എഴുതിയില്ല എങ്കിൽ അത് ചോദിക്കാത്ത യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യാൻ ചാൻസ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ആ പേപ്പർ 3 എഴുതുന്നത് നല്ലതായിരിക്കും. ആ പേപ്പർ എഴുതുന്നത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത്. ഇൻ കേസ് നമ്മൾ ഫസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി മിസ്സായി, നമുക്ക് പിന്നെയാണ് അതിന്റെ ഐഡിയ വന്നാ ശരി എന്നാൽ ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കി, നമ്മൾ എഴുതിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ യൂണിവേഴ്സിറ്റിയിൽ പറ്റില്ല നമുക്ക്. ഓക്കെ, ശരി. അങ്ങനെ ഒരു ഇഷ്യൂ ആണ് വരുന്നത്. ഓക്കെ.
അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എപ്പോഴാണ് വരുന്നത്? ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷനൊക്കെ ഏത് സമയത്താണ് വരുന്നത്? അപ്പോൾ ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ NTA ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. നമ്മുടെ മാർച്ച് എൻഡ് ആ ഒരു സമയം ആണ് ഇപ്പോൾ പറയുന്നത്. മാർച്ച് എൻഡ് സമയത്തായിരിക്കും മോസ്റ്റ്ലി ആ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത്, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ. അത് കഴിഞ്ഞ് ഒരു ജൂൺ ആ ഒരു മാസം ഉണ്ടാവും നമുക്ക് അപ്ലൈ ചെയ്യാൻ. നിങ്ങൾക്ക് അതിന് മുമ്പേ നിങ്ങൾ നോക്കി വെച്ചേക്കണേ ഏതാണ് യൂണിവേഴ്സിറ്റി, നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ പ്ലസ് ടു കഴിയുമ്പോൾ. അതെ, അതായത് നമ്മൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനെ പറ്റിയുള്ള ഒരു ധാരണയും അത് വരുന്ന സമയവും ഒക്കെ തന്നെ നിങ്ങൾ ടീച്ചേഴ്സിനോടും ചോദിച്ച് മനസ്സിലാക്കിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതെ, ഇപ്പോൾ മോള് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയൊരു സ്റ്റുഡൻ്റ് ആണെന്നുള്ള നിലയ്ക്ക് മോൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് കിട്ടിയിരിക്കുന്നത്? അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന ആ ഒരു സമയത്ത് മോൾക്ക് നോളജ് വൈസ് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ആയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയുമ്പോൾ സെൻട്രൽ ഫണ്ടഡ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റികളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉണ്ടാവും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. ഇപ്പം ഞാൻ ചെയ്തത് ലൈഫ് സയൻസ് എന്ന സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ റിസർച്ച് ബേസ്ഡ് ആയിട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നത് കോടിക്കണക്കിന് രൂപകൾ വേർത്തായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ ലാബുകളിലും യൂണിവേഴ്സിറ്റികളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഹോസ്റ്റലുകളാണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ, അതിനകത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ പോലും ബെറ്റർ എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലായിരിക്കും എന്തുകൊണ്ടും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ വഴികാട്ടികൾ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ആണല്ലോ. അപ്പോൾ ടീച്ചേഴ്സ് ബെറ്റർ എന്ന് ഞാൻ പറയുന്നില്ല, കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ട് ഉള്ള ടീച്ചേഴ്സ് അവിടെയാണ്. കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഫാക്കൽറ്റീസ് ആയിട്ട് നിൽക്കുന്നവർ വർഷങ്ങളോളം പുറത്തും ഇൻ്റർനാഷണലും നാഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അതായത് വർക്ക് എക്സ്പീരിയൻസ്, റിസർച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇപ്പം മോസ്റ്റ്ലി ചിലവർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഈ നമ്മൾ BSc കയറി, ഇപ്പം ഞാൻ എൻ്റെ സബ്ജക്റ്റ് വെച്ച് പറയുകയാണ്, BSc നമ്മൾ കയറി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫെർദർ എന്ത് ചെയ്യണം അത് അറിയാതിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ കേസുകളിലാണ് നമുക്ക് ഈ ഫാക്കൽറ്റീസ് മെൻറ്റേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും അറിയാമെന്നുള്ള കുറേ ഫാക്കൽറ്റീസ് വരുമ്പോൾ നമുക്ക് അവർക്ക് കറക്റ്റ് ഒരു വഴി കാണിച്ചു തരും. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ റിസർച്ച് വേണ്ട. അതായത് നിങ്ങളുടെ പ്രൊഫസേഴ്സ് തന്നെയാണ് മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. മെൻറ്റേഴ്സ് ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, മോൾ ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു? ഞാൻ പറയാൻ മറന്നു, ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത് കേട്ടോ. ഞാൻ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ലൈഫ് സയൻസ് ചെയ്താണ് ഇറങ്ങിയത്. അതായത് UG PG ഞാൻ അവിടെ തന്നെ ചെയ്ത്. അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഇൻ്റഗ്രേറ്റഡ് കോഴ്സസിന്. ഓക്കെ, അപ്പോൾ ലൈഫ് സയൻസ് മോള് എടുത്തത് പ്ലസ് ടുവിന് എന്ത് കോമ്പിനേഷനാണ് പഠിച്ചത്? ഞാൻ PCMB തന്നെ ആയിരുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ ബയോളജിയുടെ എല്ലാ മേഖലകളും, അതായത് സുവോളജി, ബോട്ടണി, ബയോടെക്നോളജി എല്ലാം ആ ഒരു വിഷയത്തിൽ തന്നെ വരില്ലേ? ഞാൻ പഠിച്ചപ്പോൾ ലൈഫ് സയൻസ് എന്ന് പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കൂടെ കെമിസ്ട്രിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ബാച്ചിലേഴ്സിന് നിർബന്ധമാണ് കെമിസ്ട്രിയും ഫിസിക്സും മാത്സും അറിഞ്ഞിരിക്കണമെന്ന്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഓരോ ഹയർ ലെവലായിട്ട് ഓരോ സബ്ജക്റ്റുകൾ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു PhD അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്, അതിനുള്ള റിക്വയർമെന്റ് ഉള്ള എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ ബോട്ടണി, സുവോളജി എന്നുള്ള, അല്ലെ ബയോടെക്നോളജി, മൈക്രോബയോളജി എന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസും നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തരുന്നുണ്ട്. BSc ബോട്ടണി ഉണ്ട്, BSc സുവോളജി ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് അത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാന്ന് നോക്കണം. അതുപോലെ തന്നെ ഫിസിക്സ്, ബാക്കിയെല്ലാം കെമിസ്ട്രി, BCom ഉണ്ട്, നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, BA ഉണ്ട്, ലോ ഉണ്ട്, അങ്ങനെ പല സബ്ജക്റ്റുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സയൻസ് സബ്ജക്ട്സ് മാത്രമല്ല, ആർട്സും ലാംഗ്വേജും എല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇപ്പോൾ മോൾ ഇൻ്റഗ്രേറ്റഡാണ് ചെയ്തത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് വേണ്ട, BSc മാത്രം മതി, ഡിഗ്രി കോഴ്സ് മാത്രം മതി, അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി CUET എക്സാമിനേഷൻ വഴി സാധിക്കും അല്ലേ? സാധിക്കും. UG കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നത് ഈ എക്സാം വഴി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മൾ എക്സാമിനേഷൻ ആ സമയത്ത് ചൂസ് ചെയ്യണോ, അതോ കോളേജ് ചൂസ് ചെയ്യുമ്പോഴാണോ ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് ഈ എക്സാം എഴുതുമ്പോൾ ഒരു കോളേജിൽ നിന്ന് ഒരു ഐഡി ഉണ്ടാവും. അപ്പോൾ ആ കോളേജിൽ ചിലപ്പോൾ അവർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയ BSc ഓണേഴ്സുണ്ട് 4 വർഷത്തെ കോഴ്സ്. ഇപ്പം ചില യൂണിവേഴ്സിറ്റിയിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ചിലയിടത്ത് ഇപ്പം BSc മാത്രമായിട്ടുള്ളതുണ്ട്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഏതാണോ അത് നോക്കി വേണം
ശരി, അതായത് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് വേണ്ടി ഒരു കുട്ടി അതോ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടോ എന്ന് നോക്കി വേണം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനായിട്ട് അല്ലേ? മോസ്റ്റ്ലി എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ഉണ്ട് കേട്ടോ. അല്ല, ഇൻ്റഗ്രേറ്റഡ് എന്താന്ന് പോലും അറിയാത്ത കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, പാരൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആണ് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും 3 വർഷത്തെ ഡിഗ്രി കോഴ്സും 2 വർഷത്തെ PG മാസ്റ്റേഴ്സ് കോഴ്സും ഒരുമിച്ച് ചെയ്താൽ മതി. ഒരേ യൂണിവേഴ്സിറ്റിയിൽ ഒറ്റ സ്ട്രെച്ചിൽ 5 വർഷം ഇന്ന് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മോളെ ഇൻ്റഗ്രേറ്റഡിന് ജോയിൻ ചെയ്തു, പക്ഷെ 3 വർഷം കുട്ടി പഠിച്ചു, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, പിന്നെ കുട്ടിക്ക് യൂണിവേഴ്സിറ്റി ഇഷ്ടപ്പെടാതിരിക്കുകയോ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം വരിക, ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് വേറെ യൂണിവേഴ്സിറ്റിയിൽ PGക്ക് പോകാൻ പറ്റുമോ, സാധ്യമാണോ? തീർച്ചയായിട്ടും. നമ്മുടെ ഗവൺമെൻറ് കോളേജുകളായതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നിർത്തി പോകുന്നതിന്. അപ്പം നമ്മളിപ്പോൾ 2 വർഷം കഴിഞ്ഞ് നിർത്തി പോകാമെന്ന് വെച്ചോ, പക്ഷെ നമുക്ക് കിട്ടാൻ പോകുന്ന ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. 3 വർഷം കഴിഞ്ഞ് നിർത്തി പോവുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് BSc ബാച്ചിലേഴ്സ് കിട്ടും. 4 വർഷമാണെങ്കിൽ BSc ഓണേഴ്സ്. 5ഉം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്ത് മാസ്റ്റേഴ്സ്. ഇപ്പം നമ്മൾ UG കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എങ്ങനെ അഡ്മിഷൻ എന്നൊരു ഇത് വരുന്നുണ്ട് എങ്കിൽ നമുക്ക് വേറെ കുറേ എക്സാമിനേഷൻ, ഈ CUET തന്നെ PG എക്സാമിനേഷൻ ഉണ്ട്. UG മാത്രമല്ല, ഈ എക്സാമിനേഷൻ നമുക്ക് PGക്ക് അഡ്മിഷൻ മേടിക്കാം. അതായത് നമ്മളിപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു UG കോഴ്സ് ചെയ്തു, എന്നിട്ട് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ അതിന് വേറൊരു NTA തന്നെ നടത്തുന്ന മറ്റൊരു എക്സാമിനേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പം JEE എഴുതി IIT പോകാൻ പറ്റിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന കുട്ടികൾക്കും ഇവിടെ ഒരു വഴിയുണ്ട്. നമുക്ക് 3 വർഷം കഴിഞ്ഞ് JAM എക്സാം എഴുതി, JAM എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ നമുക്ക് IITകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് GAT-B എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ ഉണ്ട്. ഈ GAT-B എക്സാമിനേഷൻ നമുക്ക് ഇങ്ങോട്ട് ഫെലോഷിപ്പ് തരുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ഇങ്ങോട്ട് അമൗണ്ട് തരും. അപ്പം നിങ്ങൾക്ക് നിർത്തി പോകണമെങ്കിൽ പോലും ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് മുന്നിലുണ്ട്. ആണല്ലേ? ഓക്കെ, ഫൈൻ, അത് കൊള്ളാം. ഇപ്പോൾ ശരിക്കും ഈ ഒരു എക്സാമിനേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ റിസർച്ച് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ കോളേജ് പ്രൊഫസേഴ്സ്, ലെക്ചേഴ്സ് അങ്ങനെ താല്പര്യമുള്ള കുട്ടികളായിരിക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാമാണ് നെറ്റ് എന്ന് പറയുന്നത് അല്ലേ? CSIR നെറ്റും അതുപോലെ UGC. അപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പഠനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കൂടുതലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ ഈ നെറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുക, ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതിൽ? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും ബെറ്റർ അല്ലെങ്കിൽ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ ഇപ്പം നെറ്റ് എക്സാം മിസ് പറഞ്ഞ പോലെ നെറ്റ് എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റികൾ തന്നെ കോച്ചിങ് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെ, ആ വ്യത്യാസം എനിക്ക് ഇപ്പോഴും മനസ്സിലായി. അതായത് നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉള്ള ഫാക്കൽറ്റികളാണ് ഉള്ളത്. കാര്യം PSC ടെസ്റ്റൊക്കെ എഴുതി കയറുന്ന വെച്ചാൽ നോളജ് ലെവലിൽ ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഈ CSIR അതിൻ്റെ കോച്ചിങ്ങും കൂടെ അവരുടെ ആ സിലബസിൻ്റെ ഭാഗമായിട്ട് തന്നെ പോകുന്നുണ്ട് അല്ലേ? സിലബസിൻ്റെ ഭാഗം നമ്മുടെ സിലബസ് മോസ്റ്റ്ലി CSIRന് കേറ്റർ ചെയ്തിട്ടുള്ളതായിരിക്കും. CSIRന് വേണ്ടിയുള്ള സിലബസുകളായിരിക്കും മോസ്റ്റ്ലി. അതല്ലാതെ അഡീഷണൽ ആയിട്ട് ഇപ്പം നമ്മൾ എക്സ്ട്രാ ക്ലാസ് ഒക്കെ ചെന്നിരിക്കില്ലേ, അതേപോലെ ഈവനിങ് ടൈംസിൽ അല്ലെങ്കിൽ ഹോളിഡേ ടൈംസിൽ ഫുൾ ഡേയോ 1-2 മണിക്കൂറൊക്കെ അവിടുത്തെ ഫാക്കൽറ്റീസ് തന്നെ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. ഒരു കാര്യം, ഈ ഫാക്കൽറ്റീസ് എല്ലാം ഈ എക്സാം ക്ലിയർ ചെയ്ത് നിൽക്കുന്നവരാകും. അപ്പോൾ അവർക്ക് അതിന് വേണ്ടി പറഞ്ഞു തരാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക്. ഞാൻ കേട്ടിട്ടുണ്ട് പുറത്തു നിന്നൊക്കെ ഈ എബ്രോഡ് നിന്ന് ഈ വിസിറ്റിംഗ് പ്രൊഫസേഴ്സൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വരികയും ഈ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലുള്ള ആ ഒരു സയൻസ് ഫീൽഡ് അല്ലെങ്കിൽ ഏതാണോ മേഖല അതിൻ്റെയൊക്കെ ആ രാജ്യത്തുള്ള ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിനെ പറ്റി ഇവിടെ വന്ന് ചർച്ച ചെയ്യുകയും അത് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഗുണകരമാകുന്നു എന്നൊക്കെ അവിടെ പഠിച്ച കുട്ടികൾ, മോളെ പോലെ തന്നെ പഠിച്ച കുട്ടികൾ പറഞ്ഞ് ടീച്ചർക്ക് അറിയാം. ഓക്കെ, അപ്പോൾ അത് ഇപ്പം ഞാൻ ഒരു എക്സ്ട്രാ ഒരു ഇതായിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം എല്ലാ മന്തും ഇപ്പം എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതുണ്ടാവും. റെഗുലറായിട്ട് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും വേറെ ഫീൽഡുകളിൽ നിന്ന്, വേറെ ഫീൽഡെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന അല്ലാതെ വേറെ ഫീൽഡുകൾ, വേറെ ഇൻഡസ്ട്രികളിൽ നിന്നും വലിയ വലിയ പ്രൊഫസേഴ്സിനെ കൊണ്ടുവന്ന് ടോക്സ് തരും നമുക്ക്. അപ്പോൾ ആ ടോക്സിൽ നിന്ന് നമുക്ക് ഇപ്പം ഒരു ഐഡിയ ഇല്ല നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഏത് ഏരിയയാണ് നമുക്ക് ഇൻട്രസ്റ്റ് എന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നെറ്റ്വർക്കിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഇനി അങ്ങോട്ട് UG കഴിഞ്ഞാൽ UG PG എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു PhD എബ്രോഡൊക്കെ നോക്കുന്ന കുട്ടികൾക്ക് കൂടുതലും ഇന്റേൺഷിപ്പ്
ഇന്റേൺഷിപ്പും ഒക്കെ ചെയ്യേണ്ടി വരും അല്ലേ? ഇന്റേൺഷിപ്പ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഒരു 6 മാസം അല്ലെങ്കിൽ 3-4 മാസം നമ്മൾ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യും. നമുക്ക് പരിചയപ്പെടാം, പല പ്രൊഫസേഴ്സിനെയും പരിചയപ്പെടാം, അവരുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാം, നമുക്ക് ഡൗട്ട്സ് ഉണ്ട് ക്ലിയർ ചെയ്യാം. അതൊക്കെ വളരെ ഈ ഒരു ഫീൽഡിൽ നമ്മുടെ ഒരു എക്സ്പോഷർ അവിടെ ഇൻക്രീസ് ചെയ്യാണ് അവിടെ. ഓക്കെ, ശരി. അതൊക്കെയാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലുള്ള പ്ലസ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇപ്പോൾ മോള് പറഞ്ഞായിരുന്നു ഇന്ത്യ ഒട്ടാകെ ഏകദേശം ഒരു 56ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട് അല്ലേ? അപ്പം ഒരു സ്റ്റേറ്റിൽ ഒന്നിലധികം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുമായിരിക്കാം, ആണല്ലോ. അപ്പോൾ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ, അതോ എത്ര യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിലുള്ളത്? ഇപ്പം നമുക്ക് എന്തായാലും കേരള സ്റ്റുഡൻസിന് കേരളത്തിൽ പഠിക്കുക, വീട്ടിനടുത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും അവർക്കൊരു സന്തോഷം വരുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കാസർഗോഡാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള CUK ഉള്ളത്. അപ്പം അവിടെ പല കോഴ്സുകളുണ്ട്. നമുക്കിപ്പം BCom ആണെങ്കിലുണ്ട്. അതും നിങ്ങൾ ചെയ്യേണ്ടത് ആ യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻ നോക്കുക. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പോയി അവരുടെ വെബ്സൈറ്റിൽ നോക്കി എന്തൊക്കെ കോഴ്സാണ് ഉള്ളത്, എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്, അതും കൂടെ നോക്കി വേണം നമ്മൾ എക്സാം. അപ്പോൾ അവിടെയും ഈ ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് ആയിട്ടാണ്? ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ കണ്ടതാണ് സയൻസ് കോഴ്സ് കുറവാണ് അവിടെ. ഓക്കെ, അതായത് BSc എന്ന് പറയുന്ന ഒരു ഡിഗ്രി മാത്രമേ ഉള്ളൂ. BSc ഓണേഴ്സ് ഒരു ഡിഗ്രി മാത്രമേ സയൻസ് കോഴ്സുകൾ. അതേത് സബ്ജക്റ്റാണ്? ബയോളജി ആണോ? അത് ബയോളജിയാണ്. BSc കെമിസ്ട്രി ഇല്ല കേരളത്തിലില്ല. അപ്പം അത് മാത്രമാണ് നമുക്കുള്ളത്. പിന്നെ മറ്റേ നമ്മുടെ കൊമേഴ്സ് സബ്ജക്ട്സ് ഒക്കെ ഇവിടെ ഉള്ളതാണ്, ലോ ഉള്ളതാണ്, ലീഗൽ സ്റ്റഡീസ് ഒക്കെ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ UGയുടെ കാര്യം കേട്ടോ പറഞ്ഞത്. PGയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഹോർട്ടിക്കൾച്ചർ ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PG അതിന് പക്ഷെ നമ്മൾ UG കഴിഞ്ഞിട്ട് വേണം CUET എഴുതേണ്ടത് അല്ലേ? ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുണ്ട് എങ്കിൽ കൂടുതൽ കുട്ടികൾക്കും പുറത്ത്, അതായത് പോയി പഠിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. പക്ഷേ കുഞ്ഞുങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് അവരെവിടെ വേണോ പോയി പഠിക്കുമെന്നുള്ളതാണ്. എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറായിട്ടുള്ള കുട്ടികളാണ് നമുക്കുള്ളത്. സോ ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കുട്ടികളും ഒരുപാട് പാരൻസും CUET എക്സാമിനേഷൻ്റെ ഡൗട്ട് എന്നോട് ചോദിക്കാറുണ്ട്. അത് അതിൻ്റെ പാറ്റേൺ, അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ശരിക്കും എന്താണ്. കുറേ പാരൻസിന് ശരിക്കും ഇതിൻ്റെ ഒരു വ്യത്യാസം പോലും അറിയില്ല. അപ്പോൾ പിന്നെ പരീക്ഷയുടെ പാറ്റേൺ, ഇത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഈ പേപ്പർ എന്താ ചൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ. അപ്പോൾ മോള് ഇവിടെ വന്നിട്ട് കുറേയേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു. പാരൻസിനും കുട്ടികൾക്കും കുറേയേറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുവാണ്. നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സും ഈ ടോക്കിലൂടെ തീർന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ വളരെ നന്ദി മോളെ ഞങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നതിന്. സോ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും ടീച്ചർ വരാം. നന്ദി, നമസ്കാരം.